കാസർഗോഡ് കാറടുക്കയിൽ ക്യാൻസർ രോഗബാധിതയായ വയോധിക ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കാറടുക്ക ശാന്തിനഗർ സ്വദേശിനി ഭാരതിയാണ് 13 കൊല്ലമായി അർബുദത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കുന്നത്. മാരടത്തിൽ ബാധിച്ച രോഗം ത്വക്കിലേക്ക് പടർന്നതോടെ വിദഗ്ധ ചികിത്സ അനിവാര്യമെന്ന് ഡോക്ടേഴ്സിൻ്റെ ഉപദേശം. പതിമൂന്ന് വർഷം മുൻപ് ഭാരതിക്ക് അർബുദ രോഗം കണ്ടെത്തിയതോടെ താളം തെറ്റിയതാണ് ഈ കുടുംബം. നിർമ്മാണ കോൺട്രാക്ടറായിരുന്ന ഭർത്താവ് PK കുഞ്ഞിരാമൻ മണി ഭാരതിയുടെ ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങി. ഇതോടെ ജോലിയും നഷ്ടമായി. ആകെയുള്ള വീടും പറമ്പും പണയപ്പെടുത്തി ചികിത്സയുമായി മുന്നോട്ട് പോയി. ആദ്യം മാറിടത്തിൽ ബാധിച്ച അർബുദം പിന്നീട് ത്വക്കിലേക്ക് പടർന്നു. തിരുവനന്തപുരം RCCയിൽ നടത്തിയിരുന്ന ചികിത്സ കോവിഡ് സമയത്ത് മുടങ്ങി. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്താൽ മംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിലാണ് ചികിത്സ. മംഗലാപുരത്ത് പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ചികിത്സയുണ്ട്, അത് നിങ്ങൾ ചെയ്തേ പറ്റും, അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതൊരു മില്ലി ഇഞ്ചക്ഷൻ 10,000 രൂപയാണ്. അത് 240 മില്ലി കയറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഉറങ്ങാനേ പറ്റാതെ ഉണ്ടായിരുന്നു. കുറേ ഒരു മാസത്തിലും ഞങ്ങൾ രണ്ടുപേരും ഉറക്കൊഴിഞ്ഞിട്ടിരുന്നത് നേരം വെളുക്കുന്നവരെ. ഇപ്പോൾ ഇഞ്ചക്ഷൻ തുടങ്ങിയ പിന്നെ ലേശം വേദന കുറഞ്ഞിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപ ചെലവ് വരും. നാട്ടുകാരുടെ സഹായത്തോടെ ഭാരതീയ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് 5 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള 35 ലക്ഷം രൂപ കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.